ഏവർക്കും നമസ്കാരം. ആദിത്യ ഹൃദയ സ്തോത്രം ശ്ലോകങ്ങൾ 16-17. നമ പൂർവായ ഗിരയെ പശ്ചിമാത്രയെ നമ, ജ്യോതിർഗണാനാം പതയെ ദിനാധിപതയെ നമ, ജയായ ജയഭദ്രായ ഹര്യശ്വായ നമോ നമ, നമോ നമ സഹസ്രാംശോ ആദിത്യായ നമോ നമ. പൂർവാദ്രിക്ക് നമസ്കാരം, പശ്ചിമാദ്രിക്കും നമസ്കാരം. നക്ഷത്ര ഗണങ്ങളുടെ നാഥന് നമസ്കാരം, പകലിൻ്റെ നാഥനും നമസ്കാരം. ഉദയസൂര്യനെ വരവേറ്റ് ലോകത്തിന് മുഴുവൻ ആ സുദർശനം സാധ്യമാക്കുന്നു പൂർവാദ്രി. മലമുകളിലുള്ള ഉദയത്തിൻ്റെ ആർദ്രമന്ദസ്മിതത്തിന് വേദിയൊരുക്കുന്ന, സമസ്ത ജീവജാലങ്ങൾക്കും പ്രത്യാശയുടെ അരുണകിരണങ്ങളുടെ കാഴ്ച പകരുന്ന പൂർവാദ്രിയെയാണ് നമസ്കരിക്കുന്നത്. സമാനമാണ് പശ്ചിമാദ്രിയും. ഒരു പകലിനെ പകർന്ന് ലോകത്തിൽ നിന്ന് ഓരോ ദിനാന്ത്യത്തിലും വിട പറയുന്ന ആദിത്യനെ അതിൻ്റെ എല്ലാ മഹിമയോടും കൂടി സ്വീകരിച്ച് ശാന്തമായ വിശ്രമവേളകളെ പകരുന്നു പശ്ചിമാദ്രി. പൂർവഘട്ടത്തിൽ ഉദയത്തിനും പശ്ചിമഘട്ടത്തിൽ അസ്തമയത്തിനും സൂര്യന് വേദികളാകയാൽ ഈ പർവ്വതനിരകൾക്ക് നമസ്കാരം. ഇനി അനന്തകോടി നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്നവയും പ്രകാശം ഏറ്റുവാങ്ങുന്നവയും ഉണ്ട്. നമുക്ക് ദൃശ്യമായ അനുഭവസ്ഥമായ ഏറ്റവും ഉന്നതമായ പ്രകാശം സൂര്യൻ എന്ന നക്ഷത്രത്തിൻ്റെതാണ്. അതിനാൽ സൂര്യൻ തന്നെ എല്ലാ ജ്യോതിസുകളുടെയും നാഥൻ. ആ നാഥന് നമസ്കാരം. ദിനകരനാണ് സൂര്യൻ. വെളിച്ചത്തിൻ്റെ വഴി തെളിച്ച് ജീവിവർഗത്തിൻ്റെ നിലനിൽപ്പിനുള്ള കർമ്മവേദികളിൽ വ്യാപൃതരാകുന്നതിനാണ് ഓരോ ദിനവും. നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതാർത്ഥം. അർത്ഥപൂർണമായ പകലുകളെ പ്രദാനം ചെയ്യുന്ന അല്ലയോ ആദിത്യ, അങ്ങേക്ക് നമസ്കാരം. ജയനെന്നും വിജയനെന്നും അറിയപ്പെടുന്ന അങ്ങേക്ക് നമസ്കാരം. സകല വിജയങ്ങൾക്കും ഹേതു ഹേ സൂര്യ അങ്ങ് തന്നെയാണ്. ജയത്തെ പിന്തുടർന്നു വരുന്ന ഐശ്വര്യങ്ങളും ജയഭദ്രതയും അങ്ങയാലാണ്. അതിനാൽ അവിടുന്ന് ജയഭദ്രനുമാണ്. ഹരിശ്വനാണ് അവിടുന്ന്. പച്ചക്കുതിരകളെ പൂട്ടിയ തേരിലെത്തുന്നവൻ. അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. സഹസ്രാംശുവാണ് ആദിത്യൻ, 1000 രശ്മികളോടുകൂടിയവൻ. അങ്ങനെയുള്ള ആദിത്യ, അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു.